ഹലോ പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നൂലപ്പം ഉണ്ടാക്കാം. അതിന് വേണ്ടത് കണ്ടോ, ഇതൊരു എൻ്റെ ഐബെല്ലിൻ്റെ മെഷീനാണ് കേട്ടോ. ഇത് കിട്ടിയതിന് ശേഷം എനിക്ക് എത്ര പെട്ടെന്നാണ് നൂലപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഐബെല്ലിൻ്റെ മെഷീൻ, ഞാൻ അത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെയാണ് നൂലപ്പം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ നമ്മൾ മാവിടുന്ന ഇതാണ് കേട്ടോ അത്. അപ്പോൾ അതിൻ്റെ ഹോൾസൊക്കെ ഉണ്ടോ, ചെറിയ ഹോൾസാണ്. നമുക്ക് നല്ല നൈസായിട്ടുള്ള നൂലപ്പം കിട്ടും കേട്ടോ. ഞാനിതിൽ ജസ്റ്റ് ഒന്ന് എണ്ണ തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മെഷീനിൽ നമ്മൾ നൂലപ്പം ഉണ്ടാക്കുമ്പോൾ അതിലെ മാവ് റെഡിയാക്കാൻ ഒരു പ്രത്യേക കണ്ടീഷൻ കിട്ടും. ഒന്നുമില്ല, നമ്മളിതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നൂലപ്പം തയ്യാറാക്കുന്ന പോലെയല്ല, ഇതിലെ വെള്ളം ഏകദേശം ഇതിൻ്റെ ഒരു അളവ് പാത്രമൊക്കെ ഉണ്ട് കേട്ടോ. അളവ് പാത്രത്തിലൊന്നുമല്ല ഞാനിപ്പോൾ നൂലപ്പം ഉണ്ടാക്കാറുള്ളത്. ഏകദേശം ഇതിൻ്റെ അളവ് വരുന്നത് ഒരു ഗ്ലാസ് പൊടിക്ക് അര ഗ്ലാസ് വെള്ളം, പകുതി വെള്ളം എന്നുള്ള കണക്കാണ് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാണ്ട്. ഇതുണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നൂലപ്പം റെഡിയാക്കാനുള്ള പ്ലേറ്റുകൾ 4 എണ്ണം അടുത്തടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമുക്ക് 4 നൂലപ്പം തയ്യാറാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചിലപ്പോൾ 3 എണ്ണം തയ്യാറാക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്നും കൂടി ഇട്ടിട്ട് നമുക്ക് 4 നൂലപ്പം ഉണ്ടാക്കാം കേട്ടോ. 3 എണ്ണത്തിനാണ് അധികം ഒരു ഒറ്റ ടൈമിൽ പറ്റുന്നത് കേട്ടോ. ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇഡലി സിമ്മിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് 4 നൂലപ്പം റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ നമ്മുടെ മാവിൻ്റെ കുറച്ച് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നു. നിറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷീന് ഭാഗത്തിൽ കൈനായി നമുക്കൊന്ന് നോക്കാം. ഈ മെഷീൻ്റെ പ്രോസസ്സുകൾ ഞാൻ കാണിച്ചു തരാം. ഞാനിത് ഏകദേശം മാവിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഈ മെഷീൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഫോർവേഡ് എന്നുള്ള ബട്ടണാണ് നമ്മൾ അമർത്തുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ഈ ലിഡ് എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. അപ്പോൾ ഞാൻ കഴുകി ഉടച്ച് വെച്ചതാണ് കേട്ടോ. ഇത് പുറത്തേക്ക് വരും. കണ്ടോ, ഇതിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് പുറത്തേക്ക് വരാനും അതുപോലെ ഇത് ഉള്ളിലേക്കും പോകും കേട്ടോ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നത് കേട്ടോ. ഇനി ഇത് ഉള്ളിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ റിട്രീറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് ഉള്ളിലേക്ക് തന്നെ പോകും കേട്ടോ. ശ്രദ്ധിക്കാം. ഇത് ഉള്ളിലേക്ക് തന്നെ പോയിട്ട് ഒരു പാകത്തെ ടൈം ആകുമ്പോൾ ഏകദേശം ഇത് സ്റ്റോപ്പ് ആവും കേട്ടോ. ഇനി നമ്മളിത് എന്ത് ചെയ്യണം, ഈ മാവ് ഉള്ളിൽ വെച്ച ഇതിലേക്ക് എന്ത് ചെയ്യണം, ഇതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ടൈറ്റാക്കി കണക്ട് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടി മാവ് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടി മാവ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഒരു 4 പാത്രത്തിൽ കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മാവ് ഇത് ടൈറ്റ് മാക്സിമം ഇതിൽ എത്രയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറച്ച് കുറവായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ചും കൂടി നമുക്ക് കുറക്കണം. കുറച്ച് മാവ് ഇതിൽ നിന്ന് മാറ്റി വെക്കണ്ടോ. അപ്പോൾ അതിനൊരു കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ടൈറ്റായിട്ട് മാവ് ഇട്ട് കൊടുത്താൽ നമുക്ക് മാക്സിമം കുറച്ച് ടൈമിനുള്ളിൽ തന്നെ പെട്ടെന്ന് നമുക്ക് നൂലപ്പം റെഡിയാക്കാൻ പറ്റും കേട്ടോ. അതിങ്ങനെയാണ് കണക്ട് ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഇതിവിടെ ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഈ കണക്ഷനാണ് പിന്നെ ഇത് ടൈറ്റായിട്ട് നമുക്ക് ഈ ലിഡ് ഇവിടെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് മുറുക്കി കൊടുക്കണം കേട്ടോ. ഇനി നൂലപ്പം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. 4 പ്ലേറ്റുകൾ ഞാൻ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 4 പ്ലേറ്റുകൾ അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലെ ഫോർവേഡ് ബട്ടണാണ് കേട്ടോ അമർത്തുന്നത്. ഇനി എന്ത് ചെയ്യും, ഓക്കെ, നമ്മളിപ്പോൾ റെഡി ആവുന്നത് കണ്ടോളൂ കേട്ടോ. നന്നായിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിന് നമ്മൾ തീരെ കുഴക്കണ്ട കേട്ടോ. നമുക്കിത് അടുത്തടുത്ത് തന്നെ വെച്ചാൽ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റയടിക്ക് തന്നെ നമുക്ക് നൂലപ്പം റെഡിയാക്കാൻ പറ്റും കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കുഴക്കലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കുഴക്കേണ്ട ആവശ്യമേ ഇല്ല. ഒറ്റ മാവാക്കിയാൽ മാത്രം മതി കേട്ടോ. പൊടിയെല്ലാം കൂടെ വാട്ടിയിട്ട് നമ്മൾ ഒറ്റ മാവാക്കിയാൽ മതി കേട്ടോ.
ഒറ്റയടിക്ക് 4 നൂലപ്പാണ് നമുക്ക് റെഡിയാവുക കേട്ടോ. എത്ര പെട്ടെന്ന് നോക്കൂ. ഇതിൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിയുമ്പോഴാണ് ഇത് സ്റ്റോപ്പ് ആവുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം 4 നൂലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് നേരെ എന്ത് ചെയ്യും, ഈ സ്റ്റാൻഡിലേക്ക് ഇറക്കി വെക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതെല്ലാം ഓരോ തട്ടിലേക്ക് വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നും വെച്ച് കൊടുക്കാം കേട്ടോ തട്ടിലേക്ക്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇഡലി ചെമ്പ് ചൂടാവാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഓരോന്നും തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇഡലി ചെമ്പിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് നൂലപ്പം റെഡിയാക്കി കിട്ടും കേട്ടോ. ഇങ്ങനെയാണ്. ഇതാണ് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് നൂലപ്പം റെഡിയാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ഞാൻ ഉപയോഗിച്ച പൊടി എന്ന് പറയുന്നത് നമ്മളെ മില്ലറ്റുകളൊക്കെ കൂട്ടി പൊടിച്ച പൊടിയും അതുപോലെ അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്താണ് കേട്ടോ. എപ്പോഴും നമ്മൾ അരി ഭക്ഷണം മാത്രം കഴിക്കേണ്ട, നമുക്ക് കുറച്ചുകൂടി പോഷകങ്ങളൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മില്ലറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് മില്ലറ്റുകളുണ്ട്. കോഡോ മില്ലറ്റ്, റാഗി, വരാഗ്, ബാർലി, മുളയരി, അങ്ങനെ കുറേ മില്ലറ്റുകൾ കഴുകി ഉണക്കി പൊടിപ്പിച്ച പൊടിയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് റാഗിയും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. ഇതിലേക്ക് നമുക്ക് ഏത് പൊടിയും എടുക്കാൻ പറ്റും കേട്ടോ. ഏത് പൊടിയും നമുക്ക് എടുത്താലും മെഷീന് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നുള്ളത് മെഷീന് കണ്ടോ. ഇത് കട്ട് ചെയ്യാനുള്ള നമുക്ക് ഏതെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഇത് കഴിയുമ്പോഴാണ് ഇത് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ആവുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടില്ല. വേണമെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ആക്കാം. എന്നാൽ ചാർജ് കഴിയൂല കേട്ടോ. ചാർജ് എങ്ങനെയായാലും 70% ചാർജ് ഇതിലുണ്ടാവും കേട്ടോ. നമുക്ക് ഇതിൽ നമ്മൾ മൊബൈൽ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ 100% ചാർജ് ആക്കി വെക്കാം കേട്ടോ. എന്നാലും നമുക്ക് പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ 70% ചാർജ് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിലുണ്ടാവും കേട്ടോ. വളരെ ഈസിയാണ് കേട്ടോ അത്. ഇങ്ങനെ ഈ രീതിയിൽ നൂലപ്പം തയ്യാറാക്കാൻ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നൂലപ്പം തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മില്ലറ്റുകളൊക്കെ അവർ കഴിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ഇത്ര എളുപ്പത്തിലും ഈ മെഷീൻ എനിക്ക് നല്ല ഉപകാരപ്പെട്ടു കേട്ടോ. അത് ഐബെല്ലിൻ്റെ ഇടിയപ്പം മെഷീനാണ് കേട്ടോ. അതിൻ്റെ കൂടെ 5 ചില്ലുകളുണ്ട് കേട്ടോ. ഇതിൽ ഞാനിപ്പോൾ നൂലപ്പം എടുക്കുന്ന ചില്ലാണ് അധികം യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് എന്ത് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇഡലി പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് നമ്മൾ നൂലപ്പത്തിൻ്റെ അത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. നമ്മൾ പൊടി വാട്ടി കുഴച്ചതാണ്. പൊടി വാട്ടി കുഴക്കുന്നതിന് അപ്പോൾ തന്നെ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കുറച്ച് സമയം ആവി കയറിയാൽ തന്നെ ഇത് റെഡി ആവും കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടാറാനൊന്നും നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് എടുക്കുമ്പോൾ തന്നെ അത് നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടുപോരും കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത ഇത് നോക്കാം കേട്ടോ. അടുത്ത ട്രിപ്പ് വേഗം ഉണ്ടാക്കാം കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് തന്നെ ചെയ്യണം കേട്ടോ. ഫോർവേഡാണ് കേട്ടോ. ഫോർവേഡ് അടിച്ച് വെക്കുമ്പോൾ നമുക്ക് നൂലപ്പം വന്നുകൊണ്ടിരിക്കും. തുടങ്ങി കേട്ടോ. ഉണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ നോമ്പുതുറക്കുള്ള നൂലപ്പാണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇത് വരുന്നത് ഒപ്പം തന്നെ പോയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂലപ്പാണ് കേട്ടോ. അപ്പോൾ അവർ കറിയൊന്നും ഇല്ലാതെ തന്നെ നല്ല കഴിക്കും കേട്ടോ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ കറിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടില്ല. നമുക്ക് ഇനി വേറൊരു ദിവസം ചിക്കൻ കറി ഉണ്ടാക്കുന്നത് വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ചിക്കൻ കറിയും നൂലപ്പം ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടിപൊളിക്കാം. ഇന്ന് നമുക്ക് അത്താഴത്തിനും നൂലപ്പം തന്നെ മതി എന്ന് പറഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറിനേക്കാളും കൂടുതൽ അവർക്ക് നൂലപ്പമാണ് കേട്ടോ ഇഷ്ടം. നൂലപ്പവും അങ്ങനത്തെ ചായക്കടികളൊക്കെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എളുപ്പത്തിൽ എങ്ങനെ നമ്മളൊരു നൂലപ്പം തയ്യാറാക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. വളരെ പോഷകമായിട്ടുള്ള അടിപൊളി നൂലപ്പമാണ് നമ്മളിന്ന് തയ്യാറാക്കിയത് കേട്ടോ. ഓക്കെ, പിന്നെ അടുത്ത വീഡിയോ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. എങ്ങനെയുണ്ട് നമ്മളെ മില്ലറ്റ് ദോശ ലാസിയെ? സൂപ്പർ. തിന്നോക്കെ.
സൂപ്പറാ. നമ്മളെ ലൈക്കും സബ്സ്ക്രൈബും ബെല്ലടിയും ഒന്ന് അടിക്കണേ, ഫോളോവും കൂടി ചെയ്യണേ. അടുത്ത വീഡിയോയിലായി വീണ്ടും കാണാം നമുക്ക്.